ഇന്നെല്ലാരും നല്ല മക്കളായിട്ട് വന്നിട്ടില്ലേ? എല്ലാരും കുളിച്ച് ഫ്രഷായില്ലേ? അല്ലേ? ടോയ്ലറ്റിൽ പോയില്ലേ? നഖമൊക്കെ വെട്ടി വൃത്തിയാക്കിയില്ലേ? അപ്പൊ ഇന്നലെ ടീച്ചർ ഏതിനെ കുറിച്ചാ പഠിപ്പിച്ചെന്നായിരുന്നു? എന്ത്? ചെടികളും വൃക്ഷങ്ങളും അല്ലേ? ചെടികളെ കുറിച്ച്. ചെടികൾ പലതരത്തിലുള്ള ചെടികളുണ്ട് അല്ലേ? എന്തെല്ലാം ചെടികളാ? ചെമ്പത്തി ചെടിയുണ്ട്, പിന്നെ നമ്മൾ ഔഷധ ചെടിയുണ്ട്, തുളസിയില ഔഷധമാണ്, പിന്നെന്തെല്ലാന്ന് അങ്ങനെ ഒരുപാട് ചെടികളുണ്ട് അല്ലേ? പിന്നെ വൃക്ഷങ്ങൾ വരുമ്പോൾ പ്ലാവുണ്ട്, മാവുണ്ട്, തേക്കുണ്ട് അല്ലേ? വലിയൊരു മാവാണെങ്കിൽ മാവ് നമ്മൾ എന്ത് ചെയ്യണം? വലിയ മാവ് എടുത്തോളൂ. വലിയ മാവില്ലേ? നമ്മളെവിടെയാ താമസിക്കുന്നേ? വീട്ടില് അല്ലേ? പിന്നെ കിളികൾക്ക് എവിടെയാ കൂടുകൂട്ടാ? മരത്തിന്റെ മുകളിൽ അല്ലേ? അപ്പൊ നമ്മള് പിന്നെ ഒരു മാവും പ്ലാവാണെങ്കിലും മാവാണെങ്കിലും ഒരു മരം മുറിക്കുമ്പോൾ എന്ത് ചെയ്യണോ? ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ വേറൊരു മരം നടണം അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ കിളികൾക്കൊന്നും കൂടുകൂട്ടാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവുക ഇല്ലല്ലോ. അപ്പം നമ്മൾ മരം മുറിക്കുമ്പോൾ വേറൊരു മരം നടണം. അന്നേരം കിളികൾക്കെല്ലാം അതിൻ്റെ അകത്ത് കൂട് കൂട്ടാൻ പറ്റുമല്ലേ? അപ്പം നമ്മൾക്ക് ഇനി പിന്നെ ഒരു ഇതിനെക്കുറിച്ച്, ചെടികളും വൃക്ഷങ്ങളെ കുറിച്ച് നമുക്കൊരു പാട്ട് പഠിച്ചാലോ? ഒരു പാട്ട് പഠിക്കാം. മാവിൻ്റെ ഒരു പാട്ട് പഠിക്കാം അല്ലേ? ഈ കാണുന്ന മരം കേട്ടാ മാവ് മരം ഉണ്ടാ? മാങ്ങകൾ തൂങ്ങിക്കിടക്കുന്നുണ്ടാ? കണ്ടില്ലേ? ഒരുപാട് മാങ്ങയുണ്ട്, പഴുത്ത് തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിനെക്കുറിച്ചൊരു പാട്ട് പാടാം അല്ലേ? കാക്കിരിക്കൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരിക്കൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരിക്കൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു ചിരിക്കുന്നു, കാക്കിരിക്കൂക്കിരി 4-5 മടർന്നു വീഴുന്നു. അടർന്നു വീഴുന്നുണ്ടാ? കാക്കിരിക്കൂക്കിരി തേൻതുള്ളികളാൽ നാവിന് സമ്മാനം. നല്ല പാട്ടല്ലേ? ഒന്നും കൂടെ പാടിത്തരാം. കാക്കിരിക്കൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരിക്കൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരിക്കൂക്കിരി പിള്ളേരെങ്ങനെ ആർത്തു ചിരിക്കുന്നു, കാക്കിരിക്കൂക്കിരി മാങ്ങകളങ്ങനെ നിലത്ത് വീഴുന്നു, കാക്കിരിക്കൂക്കിരി തേൻതുള്ളികളായി നാവിന് സമ്മാനം. നല്ല പാട്ടല്ലേ? എല്ലാവരും ഒന്ന് കൈകൊട്ടിയാ. ഇത് നമുക്ക് ശരിക്കും പഠിക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ഇത്രയും പോരെ? എന്നാ ഓക്കെ.